ഇന്ന് അർദ്ധരാത്രി മുതൽ നടത്താനിരുന്ന KSRTC ജീവനക്കാരുടെ പണിമുടക്ക് പിൻവലിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനുമായി സംയുക്ത സമരസമിതി നടത്തിയ ചർച്ചയെ തുടർന്നാണ് നടപടി. MD ടോമിൻ ജെ തച്ചങ്കരിയും ചർച്ചയിൽ പങ്കെടുത്തു. നേരത്തെ സമരം നടത്തുന്നത് ഹൈക്കോടതിയും തടഞ്ഞിരുന്നു. രാവിലെ മുതൽ നടന്ന മാരത്തോൺ ചർച്ചകൾ അവസാന ഘട്ടമെന്നോണം ഗതാഗത മന്ത്രി കൂടി ചർച്ച നടത്തി ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം പിൻവലിക്കാൻ KSRTC സംയുക്ത സമരസമിതി തീരുമാനിച്ചത്. ഇത്രയും അനുകൂലമായ തീരുമാനം എടുത്ത സാഹചര്യത്തിൽ തൽക്കാലം ഈ പണിമുടക്ക് മാറ്റിവെക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളവരെ അറിയിക്കുകയാണ്. ഉന്നയിച്ച ആവശ്യങ്ങളിൽ ശമ്പള പരിഷ്കരണം, ഡ്യൂട്ടി പാറ്റേൺ സംബന്ധിച്ച ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട് നടപ്പിലാക്കുക എന്നിവയിൽ തീരുമാനമായി. അതിലെ ശുപാർശകൾ നടപ്പിലാക്കിയില്ല എന്നതായിരുന്നു മറ്റൊരു പരാതി. ഈ മാസം 21-ന് അത് പ്രകാരമുള്ള ഡ്യൂട്ടി സമ്പ്രദായം നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. KSRTCയിലെ സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച കരാർ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ കരാർ പുതുക്കുന്നത് സംബന്ധിച്ച ചർച്ച വേണം എന്നായിരുന്നു അവരുടെ മറ്റൊരാവശ്യം. ഇതിന്മേലുള്ള പ്രാഥമിക ചർച്ച ഈ മാസം 30-ാം തീയതി പുനരാരംഭിക്കുന്നതാണ്. പുറത്താക്കിയ എംപാനൽ ജീവനക്കാരുടെ കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും ഗതാഗത മന്ത്രി സമരക്കാർക്ക് ഉറപ്പ് നൽകി. മീഡിയ 1 തിരുവനന്തപുരം. ഈ വിഷയം പരിശോധിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഇന്ന് KSRTCയുടെ അന്തകനാകുന്നത് CMDO തൊഴിലാളി യൂണിയനുകളുടെ പിടിവാശിയോ എന്ന്. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ ജിജോ കാപ്പൻ, CPC സിറിയക്ക്, P ശശിധരൻ, INTUCയുടെ പ്രതിനിധി എന്നിവരാണ്. ചർച്ചയിലേക്ക് ആദ്യം ഈ വിഷയത്തിൽ യൂണിയൻ നേതാക്കൾക്ക് ഉള്ള ആ കിട്ടിയ ആനുകൂല്യം അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്താണെന്ന് പരിശോധിക്കണം. ശശിധരൻ, ഇക്കാര്യത്തിൽ CMD തൊഴിലാളി വിരുദ്ധമായ നിയമവിരുദ്ധമായ നില സ്വീകരിക്കുന്നു എന്നതായിരുന്നു നിങ്ങളുടെ പരാതികളിലൊന്ന്. അത് സർക്കാരുമായുള്ള ചർച്ചയിൽ CMDക്ക് തിരിച്ചടി നൽകുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു എന്നതാണോ ഇന്നത്തെ ചർച്ചയുടെ ഫലം? അതായത് നിങ്ങളുടെ മുൻപിൽ CMDക്ക് വഴങ്ങേണ്ടി വന്നു, സർക്കാർ CMDക്ക് മുകളിലൂടെ തീരുമാനമെടുത്തു എന്നാണോ? ഞങ്ങളുടെ നിലപാട് CMDക്കെതിരെ എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. KSRTC മാനേജ്മെൻറ്റ് അതിൻ്റെ തലവനെന്നുള്ള നിലയിൽ CMD അതിൽ കക്ഷിയായി വരുമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളുടെ സമരം ശ്രീ തച്ചങ്കരിക്കെതിരായാണെന്ന് വ്യാഖ്യാനിക്കേണ്ട. ഇവിടെ KSRTC തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഇത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യം തന്നെയാണ്. ഏറ്റവും പ്രധാനമായി ഞങ്ങൾ മുന്നോട്ട് വച്ചിരുന്ന ആവശ്യം ഇന്നത്തെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. ഏകപക്ഷീയമായ ഷെഡ്യൂൾ പരിഷ്കാരം മൂലം KSRTC ബസ്സുകളിൽ യാത്ര ചെയ്തിരുന്ന 32 ലക്ഷം യാത്രക്കാർ, ഒരു ദിവസം 32 ലക്ഷം യാത്രക്കാർ യാത്ര ചെയ്തിരുന്നെങ്കിൽ ഇന്നത് 27 ലക്ഷത്തിലേക്ക് താണിരിക്കുന്നു. ഇപ്പോഴത്തെ താൽക്കാലിക വരുമാന വർധനവ് കണക്കാക്കേണ്ട, അത് ശബരിമല സ്പെഷ്യലിൻ്റെ സാഹചര്യത്തിലും അതുപോലെ തന്നെ ഓർഡിനറി സർവീസുകളിലും മറ്റും യാത്രക്കാർക്ക് കയറാൻ കഴിയാതെ വരുമ്പോൾ സൂപ്പർ ക്ലാസ് സർവീസുകളിലുമൊക്കെ കയറുന്നതിലൂടെ ഉണ്ടെന്ന താൽക്കാലിക വർധനവാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കാണുന്നത്. അപ്പോൾ ഈ ഷെഡ്യൂൾ പരിഷ്കരണത്തിലൂടെ KSRTCയെ ആശ്രയിച്ച് വന്ന നിരവധി യാത്രക്കാർ KSRTC ഉപേക്ഷിച്ച് പോകുന്നു. അത് ഈ സ്ഥാപനത്തിന് എൻ്റെ നാശമുണ്ടാക്കുന്നൊരു സ്ഥിതി വരുമെന്ന് ഞങ്ങൾ ആദ്യം മുതൽ ചൂണ്ടിക്കാണിച്ചതാണ്. ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രീ ജ്യോതിലാൽ എന്ന് വന്ന ട്രാൻസ്പോർട്ട് സെക്രട്ടറിയെ ഗവൺമെൻറ്റും യൂണിയനുകളുമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അത് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആ റിപ്പോർട്ട് നടപ്പാക്കുന്നില്ല. ആ റിപ്പോർട്ട് ശ്രീ തച്ചങ്കരിക്ക് കിട്ടിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ ജ്യോതിലാൽ പറയുന്നു ആ റിപ്പോർട്ട് ഞങ്ങൾ യഥാസമയം കൊടുത്തു. ഇപ്പം മന്ത്രിയും ഇന്ന് കോൺഫറൻസിൽ പറഞ്ഞു അദ്ദേഹത്തിന് കൊടുത്തു എന്ന്. എന്തായാലും ഇന്നത്തെ ചർച്ചയിലൂടെ 21-ാം തീയതി തന്നെ ശ്രീ ജ്യോതിലാലിൻ്റെ ആ റിപ്പോർട്ട് നടപ്പാക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് അതാണ്. ജ്യോതിലാലിന്റെ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന തീരുമാനമാണ് സർക്കാരും കൈക്കൊണ്ടിരുന്നത്. അത് കോർപ്പറേഷന് കൈമാറുകയും ചെയ്തിരുന്നു. അത് പക്ഷേ ചില സവിശേഷമായ താല്പര്യം മുൻനിർത്തി CMD അത് നടപ്പിലാക്കാൻ താല്പര്യം കാണിച്ചില്ല. ഇന്ന് സർക്കാർ CMDക്ക് അടക്കം കർശനമായ നിർദ്ദേശം, തൊഴിലാളികൾ പറയുന്നതാണ് ന്യായം, അത് നടപ്പിലാക്കണമെന്ന നിർദ്ദേശം കൊടുത്തുവോ? അങ്ങനെയാണോ നിങ്ങളുടെ താല്പര്യം അവിടെ നടപ്പായത്? ഞങ്ങളുടെ താല്പര്യമല്ല, ഞങ്ങളുടെ ന്യായമായ ആവശ്യമല്ലേ, അത് ജനങ്ങളുടെ ആവശ്യമല്ലേ. അത് സർക്കാർ ആവശ്യം വൈകിയാണെങ്കിലും അംഗീകരിച്ചു എന്ന് പറയുന്നതാണ് ശരി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് വരെ ഇന്നത് ബോധ്യമായല്ലോ. ഹൈക്കോടതി പറഞ്ഞ എന്താണ്? ഹൈക്കോടതിയുടെ നിരീക്ഷണം തന്നെ KSRTCയിൽ തൊഴിലാളികൾക്ക് ഉള്ള ആവശ്യങ്ങൾ, പ്രശ്നങ്ങൾ അത് കേൾക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറായില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞില്ലേ. പണിമുടക്ക് നിരോധിച്ചു എങ്കിലും അതിന് മുൻപായി ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണവും ശ്രദ്ധിക്കണം. KSRTCയുടെ മാനേജ്മെൻറ്റിനെ ഭാഗത്ത് വളരെ ശക്തമായ ഭാഷയിൽ കോടതി ഗുരുതരമായ വീഴ്ചയുണ്ടെന്ന് കോടതി വിമർശിച്ചിട്ടുണ്ട് വാക്കാൽ. ഞാൻ വരാം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ,
ഇവിടെ ഇപ്പോൾ നേരത്തെ തന്നെ സർക്കാരിന് ഈ ജ്യോതിലാൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന നിലപാടാണുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കോർപ്പറേഷൻ്റെ മാനേജ്മെൻറ്റ് അത് വൈകിക്കുകയും ചെയ്യുകയാണ്. അതായത് അത് CMDയുടെ മാത്രം പ്രശ്നമാണ്, സർക്കാരിൻ്റെ പ്രശ്നമല്ല എന്നാണോ താങ്കൾ പറയുക? നേരത്തെ ശശിധരൻ പറഞ്ഞത് സർക്കാരിന് അക്കാര്യത്തിൽ വഴങ്ങേണ്ടി വന്നു എന്നാണ്. പക്ഷേ അതിനകത്ത് സർക്കാരിന് അനുകൂലമായ നിലപാട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. CMD അത് വൈകിക്കുകയായിരുന്നു, മാനേജ്മെൻറ്റ് വൈകിക്കുകയായിരുന്നു എന്നാണ് വേറൊരു വശം. ഇതിൻ്റെ വസ്തുത എന്താണ്? സർക്കാരിൻ്റെ നയം KSRTC എന്ന് മാത്രമല്ല മറ്റേത് പൊതുമേഖലാ സ്ഥാപനത്തിലെയും അതിലുള്ള ജീവനക്കാരുടെ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ നയമാണ്. ആ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാതെ തൊഴിലാളികളെ മുഴുവൻ ശത്രുക്കളായി എന്നും അസംതൃപ്തിയും പ്രക്ഷോഭവും സമരവും അങ്ങനെ പോകുന്നത് ഒരു നല്ല മാനേജ്മെൻറ്റിൻ്റെ രീതിയല്ല. അതാണ് അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഗവൺമെൻറ് നയമാണ് ഞങ്ങളവിടെ KSRTC നടപ്പാക്കിയെന്ന് ചില ആൾക്കാർ പറഞ്ഞു നടക്കുന്നുണ്ട്. ഒരർത്ഥവുമില്ലാതെ ഗവൺമെൻറ് നയം, ഈ ഗവൺമെൻറ് ജനങ്ങളുടെ പക്ഷത്താണ്, തൊഴിലാളിയുടെ പക്ഷത്താണ്. ആ നയമാണ് അവിടെ നടക്കുന്നത്. അവിടെ തൊഴിലാളികളെ മുഴുവൻ ശത്രുക്കളാവുന്നു. കക്ഷി വ്യത്യാസമില്ലാതെ ട്രേഡ് യൂണിയനുകൾ ഒരുമിച്ച് നിൽക്കാൻ അവർ നിർബന്ധിതരാകുന്നു. എങ്ങനെ ആ സാഹചര്യം ഉണ്ടാകുന്നു? അതാണ് ഗൗരവമായി ആലോചിക്കേണ്ട കാര്യം. ചില ആളുടെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ലാഭനഷ്ടത്തെക്കുറിച്ചും വരുമാനത്തെക്കുറിച്ചും ഒക്കെ പറയാറുണ്ട്. സ്വകാര്യ ബസ് ഉടമകൾക്കെല്ലാം ലാഭമല്ലേ, ഇവിടെ എന്താണ് KSRTC മാത്രം നഷ്ടം, കേരളത്തിലെ KSRTCയിൽ ഇത്രയും നഷ്ടമുള്ളൂ, വേറെ എങ്ങും നഷ്ടമില്ല. അതിൻ്റെയൊക്കെ ഒന്ന് തലനാരിഴക്ക് പരിശോധിച്ചാൽ 20,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു ഈ കേരളത്തിൽ. ഇപ്പോൾ എത്രയുണ്ട്? 12,000 ലാഭമുള്ളൊരു ബിസിനസ്സായിരുന്നെങ്കിൽ അവരത് 40,000 ആവില്ലായിരുന്നു. എങ്ങനെ പോണത്? യാത്രക്കാർ പല റൂട്ടുകളിലും അവർക്ക് കുറഞ്ഞു. കാരണം ഈ തിരക്കേറിയ ഏതെങ്കിലും ഒരു പണിയുള്ള ഒരു തൊഴിലാളി അവന് സമയത്തെത്താൻ അവനൊരു 2 വീലറോ മറ്റു വാഹന സൗകര്യങ്ങളോ അവരുണ്ടാക്കുന്നു. ഇടത്തരം ജീവനക്കാർ, ഇടത്തരം വിഭാഗം ജനങ്ങൾ അവരുടെയൊക്കെ വീട്ടിൽ വാഹനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ യാത്രക്കാരുടെ പാസഞ്ചേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു. ഒരു നിവൃത്തിയുമില്ലാത്ത BPL താഴെ കിടക്കുന്ന ഭൂരിപക്ഷം വരുന്ന പാവങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഈ KSRTC മാത്രമാണ്. ആ KSRTC നിലനിർത്തിയെടുക്കാൻ കഴിയാത്തതിൻ്റെ ഫലം ഇപ്പോൾ നേരത്തെ മിസ്റ്റർ ശശിധരൻ പറയുണ്ടായല്ലോ, 5 ലക്ഷം യാത്രക്കാർ ദിവസം കുറഞ്ഞിരിക്കുന്നു. ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ ഗ്രാമപ്രദേശങ്ങൾ പോകുന്ന സർവീസ് മുഴുവൻ കട്ട് ചെയ്തു. ആ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. ഇതൊരു നല്ല മാനേജ്മെൻറ്റാണ്, നല്ല ബുദ്ധിയുള്ള മാനേജ്മെൻറ്റാണോ, എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റാണോ? വരുമാനമുള്ള ഇപ്പോൾ ശബരിമലയിൽ അവിടെ വേറെ സ്വകാര്യ ബസ്സുകൾ ഓടാൻ സമ്മതിക്കില്ല, റൂട്ടുകൾ ഓടാൻ സമ്മതിക്കുന്നില്ല. KSRTCക്ക് മാത്രമായി കുത്തകയായി കൊടുത്തു. അവിടെ ഓടുന്ന സർവീസുകളുടെ മാത്രം വെച്ചുകൊണ്ട് KSRTC പുരോഗതി പ്രാപിക്കുമെന്ന് അവകാശപ്പെടാമോ നമുക്ക്? ഇന്നിപ്പോ കോടതി അസാധാരണമാം വിധം ഒരു ഇടപെടൽ നടത്തി അവിടെ പണിമുടക്ക് വേണ്ട എന്ന ഒരു നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഒരു ചർച്ച രൂപപ്പെടുകയും പണിമുടക്ക് പിൻവലിക്കുകയും ചെയ്യേണ്ടി ഒക്കെ വന്നല്ലോ. കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അതൊരു മുങ്ങുന്ന കപ്പലാണ് എന്ന് പറയുന്നവരുണ്ട്. അത്രമേൽ വലിയ അപകടാവസ്ഥയിലാണ് അതുള്ളത്. അങ്ങനെ വലിയ ഒരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ യാത്രക്കാരെയും വലയ്ക്കണം, കോർപ്പറേഷൻ്റെ വരുമാനവും ഇല്ലാതാവുന്ന നിലയിലേക്ക് ഒരു പണിമുടക്ക് സമരത്തിലേക്ക് പോവുക എന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ ശരിയായി സമീപിക്കുന്ന, കോർപ്പറേഷൻ നന്നായി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു തൊഴിലാളി യൂണിയന് ചേർന്ന നടപടിയല്ല എന്ന് വിമർശിക്കുന്നവരുണ്ട്. അതെ, എല്ലാ മാർഗങ്ങളും അടയുമ്പോഴാണ് തൊഴിലാളി പണിമുടക്കെന്ന് പറഞ്ഞവൻ്റെ അവസാന ആയുധം പ്രയോഗിക്കുന്നത്. ഇത് എത്ര കാലമായി നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നതാണ്. എത്ര കോൺഫറൻസാണ് നടന്നത്? ഒരു തീരുമാനം, ഒരു കോൺഫറൻസിൻ്റെ ഫലമായി എടുത്ത ഒരു തീരുമാനം ഉണ്ടായാൽ ആ തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യണ്ടേ? കഴിഞ്ഞ ഒക്ടോബർ 2 വരെ പണിമുടക്കാൻ തീരുമാനിച്ചു. സെപ്റ്റംബർ 28-ാം തീയതി 2 മന്ത്രിമാർ ചേർന്ന് ഒരു കോൺഫറൻസ് വിളിച്ച് ഒരു തീരുമാനമുണ്ടായി. KSRTC നടപ്പായില്ല. പണിമുടക്കാൻ അവർ മാറ്റിവെച്ചു ആ തീരുമാനം. തൊഴിലാളി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനയാണ്. 2 ആഴ്ചത്തെ പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ട് പണിമുടക്കാൻ്റെ അവകാശമുണ്ട്. കോടതി അതിനെ നിഷേധിച്ചിട്ടില്ല. പണിമുടക്കാം, നിങ്ങൾ മാനേജ്മെൻറ്റ് നിങ്ങളുടെ കൂടിയാൽ നിങ്ങളുടെ നിവേദനം പരിഗണിച്ച് ചർച്ച ചെയ്തില്ല എന്നുള്ള വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ചർച്ചയ്ക്ക് നിങ്ങൾ വിധേയരാകണമെന്ന് പറഞ്ഞു. തൊഴിലാളി യൂണിയൻ എപ്പോഴും സന്നദ്ധമല്ലേ? അവരെല്ലാവരും കൂടി ചേർന്ന് ചർച്ചയ്ക്ക് വിധേയമാണ്. ഈ കാര്യത്തിൽ യൂണിയനുകൾ ശരിയായ വഴിയിലല്ല എന്ന് വിമർശിക്കുന്ന ഒരാളാണ് താങ്കളെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ ഇന്നിപ്പോൾ കോടതി പണിമുടക്ക് വേണ്ട എന്ന് കോടതി പറഞ്ഞുവെങ്കിലും മാനേജ്മെന്റ് ഇക്കാര്യത്തിലുള്ള സമീപനത്തെ നിശിതമായ ഭാഷയിൽ കോടതി വിമർശിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, പണിമുടക്കിന് നോട്ടീസ് കൊടുത്ത് 15 ദിവസം കഴിഞ്ഞാൽ അവർക്ക് പണിമുടക്കിലേക്ക് പോകാമെന്നത് നിയമപരമായി തന്നെ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു കാര്യവുമാണ്. അതിലെന്തെങ്കിലും പിഴവ് നമുക്ക് കാണാൻ കഴിയുമോ?
ഹലോ ശ്രീ ഡിജോ കാപ്പൻ. ഹലോ. അതെ, ഇവിടെ രണ്ട് തരത്തിലുള്ള സർവീസുണ്ട്. ഇവിടെ പബ്ലിക് യൂട്ടിലിറ്റി സർവീസും ഉണ്ട്, നോൺ പബ്ലിക് യൂട്ടിലിറ്റി സർവീസും ഉണ്ട്. KSRTC ഒരു പബ്ലിക് യൂട്ടിലിറ്റി സർവീസാണ്. അവിടുത്തെ സമരത്തിൽ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ നോട്ടീസ് കൈപ്പറ്റി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ അവിടെ സമരം പാടില്ല. ഇവിടെ തൊഴിലാളികൾക്ക് സമരം ചെയ്യാൻ അവകാശമുള്ളതുപോലെ തന്നെ യാത്രക്കാരായ ഞങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവുമുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ KSRTCയുടെ മൊണോപോളിയാണ്. അവിടെ യാത്രക്കാർക്ക് യാത്ര ചെയ്യാനുള്ള അവകാശം മറ്റേതെങ്കിലും തരത്തിൽ ജനത്തിന് ആ സമയത്ത് തന്നാൽ മതി. ഞങ്ങൾക്ക് ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ സമരം ചെയ്യുന്ന തൊഴിലാളികൾ ഒരു കാര്യം ഓർക്കണം, അല്ലെങ്കിൽ യൂണിയൻ നേതാക്കന്മാരൊരു കാര്യം ഓർക്കണം. ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബസ് ഫെയർ കൊടുത്ത് ഞങ്ങൾ യാത്ര ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? KSRTCയെ നിലനിർത്താൻ. എന്നിട്ടും KSRTCയുടെ വരുമാനവും ചെലവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. 61 കോടി രൂപ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ അവർ ലാഭം കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച് ലാഭം ഉണ്ടാക്കിയതിൻ്റെ പേരിലല്ല അവർ പെൻഷൻ വാങ്ങിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ്. ഒരിക്കൽ പോലും KSRTCയിൽ യാത്ര ചെയ്തിട്ടില്ലാത്തവന് പോലും ബാധ്യതയായിരിക്കുന്നു KSRTCയിലെ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുക എന്നുള്ളത്. പെൻഷൻ അവന് കൊടുക്കേണ്ടെന്നല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷേ അങ്ങനെ ഓരോ ദിവസവും കടം വാങ്ങിച്ച് ശമ്പളവും പെൻഷനും കൊടുക്കുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കാതെയും കൂടി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തിക നഷ്ടം തൊഴിലാളിക്കുള്ളതുപോലെ തന്നെ യാത്രക്കാരനുമുണ്ട്. പക്ഷെ അതിനകത്ത് അവർ പറയുന്ന കാര്യം ന്യായമായ ഒരു കാര്യം സർക്കാരിന്റെ മുൻപിലേക്ക് വന്നു കഴിഞ്ഞാൽ സർക്കാർ അത് അംഗീകരിക്കുന്നു, തൊഴിലാളിക്ക് ഈ പറയുന്ന ആനുകൂല്യം കിട്ടേണ്ടതാണ്. പക്ഷേ കോർപ്പറേഷന്റെ മാനേജ്മെന്റ് അത് നടപ്പാക്കാൻ തയ്യാറാവുന്നില്ല. അത് പലതവണ ഉന്നയിക്കുന്നു, ഒരു തരത്തിലുള്ള പോസിറ്റീവ് റിയാക്ഷൻസും ഇല്ല, പ്രതികരണവുമില്ല. അതിനുശേഷം ഒരു സമരത്തിന് കത്ത് കൊടുക്കുന്നു. ആ നോട്ടീസ് 15 ദിവസം കഴിയുമ്പോൾ കോടതി പോലും ചോദിക്കുകയാണ് 15 ദിവസം മുമ്പ് തന്ന ഒരു കത്തിന്മേൽ ഇന്നാണോ ചർച്ചയ്ക്ക് വിളിക്കുന്നത് എന്ന്. അപ്പോൾ ആ നിലയിലൊരു സമീപനം ഉണ്ടായാൽ ഈ കോർപ്പറേഷൻ ആകെ ബുദ്ധിമുട്ടിലാണ് എന്നതുകൊണ്ട് തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാതിരിക്കണം എന്ന് പറയാൻ കഴിയില്ലല്ലോ. അല്ല, ട്രേഡ് യൂണിയനുകൾക്ക് സമരം ചെയ്യാൻ അവകാശമില്ലെന്ന് ആരും ഈ രാജ്യത്ത് പറയുന്നില്ലല്ലോ. അവർക്ക് അവരുടേതായ രീതിയിൽ സമരം ചെയ്യാം. പക്ഷേ ആ സമരം താങ്ങാനുള്ള ശേഷി KSRTCക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. ഇവിടെ കേന്ദ്ര മോട്ടോർ വാഹന നിയമം കേന്ദ്ര ഗവൺമെൻറ് അമെൻഡ് ചെയ്യാൻ പോകുന്നു. നാഷണലൈസേഷൻ ഇല്ല അതിനകത്ത്. ഇപ്പോൾ KSRTC ആകെ പിടിച്ചു നിൽക്കുന്നത് നാഷണലൈസേഷൻ്റെ പേരിലാണ്. ആ വക കാര്യങ്ങളിലൊന്നും ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് ഒരു ആശങ്കയും കാണുന്നില്ല. അവരുടെ ഒരു ഡിമാൻഡിലോ ഒരു നോട്ടീസിലോ അത് കാണുന്നില്ല. അപ്പം KSRTCയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുന്ന സമയത്ത് KSRTC തന്നെ ചോദിച്ചു വാങ്ങി അടിമേടിക്കുന്ന സ്ഥിതി. എന്താ സുപ്രീം കോടതി പറഞ്ഞത്? 4000 കോടി രൂപ നഷ്ടത്തിലാണെങ്കിൽ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. ഒരു 6 വർഷം മുമ്പ് കേരള ഹൈക്കോടതി ഇതേ ചോദ്യം ചോദിച്ചു. അന്ന് ഞാൻ കേരളത്തിലെ പ്രമുഖ പത്രത്തിൽ എഴുതി ഇത് അടച്ചു പൂട്ടണ്ട, ചികിത്സ മതിയെന്ന്. പക്ഷേ ചികിത്സിക്കാൻ ഇവർ നിന്നു കൊടുക്കുന്നില്ല. 2014 UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പുനരുദ്ധാരണ പാക്കേജ് എന്ന് പറഞ്ഞ് ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു. ആ പ്രപ്പോസലിനകത്ത് യാത്രക്കാർ ചെയ്യേണ്ട എല്ലാ ചുമതലകളും അല്ലെങ്കിൽ യാത്രക്കാർക്ക് ഉള്ള പെനാൽറ്റി മുഴുവൻ വന്നു. തൊഴിലാളികളുടെ കഴിഞ്ഞ കാലങ്ങളിലെ ചില ആനുകൂല്യങ്ങൾ അതിനകത്ത് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ അതേ തൊട്ടില്ല. 100 രൂപയുടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ 10 രൂപ സെസ് കൊടുത്തു. ആകെ ആ പുനരുദ്ധാരണ പാക്കേജ് കൊണ്ടുണ്ടായത്. ഇവിടെ ഡിജോ കാപ്പൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ നമുക്കറിയാമല്ലോ, കോർപ്പറേഷൻ വലിയ പ്രതിസന്ധിയിലാണ്. പലതവണ ശമ്പളം വൈകിയിട്ടുണ്ട്, പെൻഷൻ ദിവസങ്ങളോളം മാസങ്ങളോളം മുടങ്ങി, വലിയ പ്രശ്നമുണ്ടായിട്ടുള്ള ഒന്നാണ്. അത് നടത്തിക്കൊണ്ടു പോകുന്നത് സർക്കാർ അധികമായി പണം കൊടുത്താണ് എന്ന് നമുക്കറിയാം. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇത് ദീർഘകാലത്തേക്ക് നിലനിർത്തുന്നതിന് ഞങ്ങളുടെ കൂടെ സഹായവും ഇടപെടലും ഇനീഷ്യേറ്റീവും വേണം എന്ന ഒരു ചിന്ത തൊഴിലാളി യൂണിയനുകൾക്കില്ല. ഞങ്ങളുടെ അവകാശങ്ങൾ, ഞങ്ങളുടെ വേതന വർദ്ധന എന്നതിൽ മാത്രം അവർ ഊന്നുന്നു. അല്ലാതെ ഈ കോർപ്പറേഷൻ്റെ ഒരു സവിശേഷമായ പ്രശ്ന സാഹചര്യം പരിഗണിച്ച് അതിനകത്തൊരു പ്രത്യേകമായ ശ്രദ്ധ വേണം, ഒരു സഹകരണം വേണം, ഒരു മയപ്പെടൽ വേണമെന്ന് യൂണിയനുകൾ ചിന്തിക്കുന്നേ ഇല്ല എന്നാണ് ശ്രീ ഡിജോ കാപ്പനെ പോലെയുള്ളവർ പറയുന്നത്. താങ്കൾ എങ്ങനെയാണ് ആ വിഷയത്തെ കാണുന്നത്? ഇന്ത്യയിലുള്ള എല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിലും വെച്ച് ഏറ്റവും ഉയർന്ന ഫെയർ യാത്രക്കൂലി നിരക്കുള്ളത് KSRTCയിലാണ്. നമുക്ക് ഒരുപാട് റൂട്ടുകളിൽ മോണോപ്പൊളിയുണ്ട്, ദേശവൽകൃത റൂട്ടുകൾ. ഇതെല്ലാം ആയിട്ട് നമ്മൾ എന്തുകൊണ്ട് ലാഭത്തിൽ നടക്കാൻ പറ്റുന്നില്ല? ഇതിന് തൊഴിലാളികളും മാനേജ്മെൻറ്റും എല്ലാവരും ഒരുപോലെ തന്നെ ഉത്തരവാദികളാണ്. ഒരു സ്ഥാപനം നന്നായിട്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കണം, തൊഴിലാളികളും സഹകരിച്ച് പ്രവർത്തിക്കണം. തങ്ങൾക്ക് കിട്ടാനുള്ളത് മാത്രം എന്തുണ്ട് എന്ന നോട്ടം തൊഴിലാളി ഉപേക്ഷിക്കണം. മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നും യാതൊരു വിധത്തിലുള്ള അഴിമതിയോ മറ്റാരോപണങ്ങളോ ഇല്ലാതെ സ്ഥാപനത്തിൻ്റെയും അതിൻ്റെ കസ്റ്റമേഴ്സായ പൊതുജനങ്ങളുടെയും
അവരുടെ താല്പര്യം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് കാര്യക്ഷമമായി ഭരണം നടത്തുകയും വേണം. ഇത് രണ്ടും ചെയ്താൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന യാത്രക്കൂലി ചെലുത്തുന്ന KSRTCയിൽ നഷ്ടമുണ്ടാകാൻ ന്യായമില്ല. അതുകൊണ്ട് രണ്ട് വശത്തും കുഴപ്പമുണ്ട് എന്നാണ് എൻ്റെ നിഗമനം. അത് ശരിയാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം ശ്രീ തച്ചങ്കരി നടത്തുന്നുണ്ട്. അത് അദ്ദേഹത്തോട് ചർച്ച ചെയ്ത് ഏത് വിധത്തിൽ ഞങ്ങൾ സഹകരിക്കണം, ഏത് വിധത്തിൽ ഞങ്ങൾ ത്യാഗങ്ങൾ സഹിക്കണം എന്ന് തൊഴിലാളികളും ചോദിച്ച്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. ആ വിധത്തിൽ മുമ്പോട്ട് പോയാൽ മാത്രമേ ഇത് വിജയകരമായിട്ട് നടത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആണ്ടുതോറും 1500 2000 കോടി രൂപ ജനങ്ങളുടെ പണം നഷ്ടപ്പെടുത്തുന്നത് ആർക്കു വേണ്ടി? അതാണ് താങ്കൾ വിചാരിക്കുന്നത് ടോമിൻ ജെ തച്ചങ്കരി ഇത് മൊത്തത്തിലൊന്ന് നന്നാക്കാൻ പോസിറ്റീവായ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ്. അദ്ദേഹം ഇപ്പോട്ട് വന്നതല്ലേ ഉള്ളൂ, വന്നൊരു 2-3 മാസം ആയുള്ളെന്നാണ് എൻ്റെ വിചാരം. അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുക, അദ്ദേഹവുമായിട്ട് യൂണിയൻകാരും ചർച്ച ചെയ്യുക, അദ്ദേഹവും വ്യക്തമായിട്ട് പറയുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇന്നിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഴയ ചില എഗ്രിമെൻറ്റുകൾ ഒരുപക്ഷെ വേണ്ടി വന്നാൽ അത് ക്യാൻസൽ ചെയ്യണം, അത് നമ്മുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി, ചിലവ് കുറഞ്ഞ ഓപ്പറേഷൻ കാര്യക്ഷമമായി നടത്താൻ വേണ്ടി ചില ത്യാഗങ്ങൾ തൊഴിലാളികളും സഹിക്കണം, ഇന്നിൻ്റെ ത്യാഗങ്ങളാണ് വേണ്ടത്, അത് ഇത്ര കൊല്ലത്തേക്ക് ഇന്നിൻ്റെ കാര്യങ്ങൾ മാറ്റിവെക്കണം എന്നൊരു നിർദ്ദേശം അദ്ദേഹവും മുമ്പോട്ട് വെക്കണം. ഇന്ത്യൻ്റെ വിധത്തിൽ ഞാനിത് ലാഭകരമാക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്ന ഒരു പദ്ധതി അദ്ദേഹവും ജനങ്ങളുടെയും തൊഴിലാളികളുടെയും മുമ്പിൽ പരസ്പര സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ സമവായ സ്വഭാവമുള്ള ചർച്ചയിലൂടെ അത് സാധ്യമാകുമെന്നാണ്. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ഇവിടെ ഇപ്പൊ CMDയുമായിട്ടുള്ള ശരി സിസറി താങ്കൾ പറയൂ. ഹലോ പറയൂ സിസറിയക്ക്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സാധാരണ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് അനുസരിച്ച് തൊഴിലാളികൾക്ക് അവരുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി അവസാനത്തെ അറ്റകൈ പ്രയോഗമായിട്ട് സ്ട്രൈക്ക് നടത്താനുള്ള അവകാശമുണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നമ്മുടെ ഇത്രയും കാലത്ത് കഴിഞ്ഞ ഇന്ത്യയിൽ 10-70 വർഷമായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിജയകരമായിട്ടും പരാജയപ്പെട്ടും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ ഒരു വിചാരം, ഈ പബ്ലിക് സെക്ടർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കൊരു വിചാരമുണ്ട്, ഈ സ്ഥാപനം നിലനിൽക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയല്ല. ആ വിചാരം അവർ ഉപേക്ഷിക്കണം. അതുകൊണ്ട് ഈ സ്ഥാപനങ്ങളിൽ സ്ട്രൈക്കേ പാടില്ല. ആ വിധത്തിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഭേദഗതി ചെയ്യണം. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മാനേജ്മെൻറ്റും തൊഴിലാളികളുമായിട്ട് ചർച്ച നടത്തി ഇത്ര നാളുകൾക്കകം പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല, 1 മാസമോ 2 മാസമോ 3 മാസമോ, ഇത് സാധിക്കുന്നില്ലെങ്കിൽ അതൊരു ആർബിട്രേറ്റർക്ക് വിടുക. ഈ ആർബിട്രേറ്ററുടെ തീരുമാനം അന്തിമമായിരിക്കും, 2 കൂട്ടരും അതനുസരിക്കാൻ ബാധ്യത. ഇങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നമ്മളൊന്ന് അച്ചടക്കപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അധികമായി വരുന്ന സമരങ്ങളിൽ നിന്ന് അവയെ വിമുക്തമാക്കുന്നത് അത്തരം മാർഗങ്ങളിലൂടെ ആയിരിക്കണമെന്നാണ്. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ഈ ടോമിൻ ജെ തച്ചങ്കരിയുമായി യൂണിയനുകൾക്കുള്ള പ്രശ്നം ഇതുമാത്രവും ഒന്നുമല്ലല്ലോ. പലതവണയായി പലപ്പോഴായി ദീർഘകാലമായി അവർക്കിടയിൽ പ്രശ്നമുണ്ട്. പലതവണ സമര ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന വെല്ലുവിളികളൊക്കെയും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെയും ടോമിൻ ജെ തച്ചങ്കരിയുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം, ആത്മബലം എന്നത് സർക്കാർ കൂടെയുണ്ട് എന്നതായിരുന്നു. അദ്ദേഹം എല്ലായ്പ്പോഴും അത് പൊതുവേദികളിൽ, ഈ ഗാരേജ് മീറ്റിങ്ങുകളിലൊക്കെ നിരന്തരമായി പറയുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം വരെ അദ്ദേഹം സർക്കാരുമായി ആലോചിച്ച് സമരത്തെ എങ്ങനെ നേരിടും എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ആ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും പിഴവ് പറ്റിയതായി സർക്കാരോ മന്ത്രിയോ പരസ്യമായി എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞും കേട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ സമരത്തിന് CPIM അടക്കമുള്ള CITU അടക്കമുള്ള കക്ഷികൾ മുൻപിലുണ്ട് എങ്കിലും സർക്കാരിൻ്റെ പിന്തുണ CMDക്കാണ് ഈ തരത്തിലുള്ള പരിഷ്കാര പ്രവർത്തനങ്ങൾക്കാകെ എന്ന വൈരുദ്ധ്യമുണ്ടല്ലോ. KSRTCയെ സംരക്ഷിക്കുന്നതിന് സർക്കാരിൻ്റെ പിന്തുണയുണ്ട്. തൊഴിലാളി ദ്രോഹ നടപടികൾ അവിടെയുള്ള തൊഴിലാളികളെ ആകെ ഭിന്നിപ്പിക്കുകയും അവരെ ഈ ഗവൺമെൻറ്റിൻ്റെ ശത്രുവാക്കി മാറ്റുന്നതിനും സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങളൊക്കെ നിലവിലുള്ളതൊക്കെ പരിരക്ഷിച്ചുകൊണ്ട് ന്യായമായി ആ സ്ഥാപനം നടത്തി കൊണ്ടുപോകാനാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ തൊഴിലാളികളെ മുഴുവൻ ഗവൺമെൻറ് ശത്രുവാക്കുക എന്ന കാഴ്ചപ്പാട് ഗവൺമെൻറ്റിനില്ല. ആ KSRTC നന്നാക്കാൻ വലിയ ബാധ്യതയാണ് സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുത്തത്. 16% പലിശയ്ക്ക് പണം വാങ്ങി സകല ഡിപ്പോകളും പണയം വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. ആ പലിശ ഒരു ദിവസം 3 കോടി രൂപ പലിശ എടുത്ത് പലിശയും തിരിച്ചടവുമായിട്ട് കൊടുക്കണമായിരുന്നു.
ഈ ഗവൺമെൻറ് ഒന്ന് അതിനുവേണ്ടി കുറഞ്ഞ പലിശയ്ക്ക് ഈ മുഴുവൻ കടബാധ്യതയും ഏറ്റെടുത്ത് കുറഞ്ഞ പലിശയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് പണം സമാഹരിച്ച് കൊടുത്തതിൻ്റെ ഫലമായിട്ട് 85 ലക്ഷമായി ആ ബാധ്യത 2 കോടി 3 കോടി നിന്ന് 85 ലക്ഷമായി കുറഞ്ഞ് ദിവസം 2 കോടി 15 ലക്ഷം രൂപയാണ് ലാഭം ഉണ്ടായി കൊടുത്തത്. അത് ഗവൺമെൻറ്റിൻ്റെ മിടുക്കാണ്. അതിനുശേഷവും ഗവൺമെൻറ് ശമ്പളം കൊടുക്കാൻ മാസം കാശ് കൊടുക്കുന്നുണ്ട്, പെൻഷൻ കൊടുക്കാൻ സർക്കാർ കാശ് കൊടുക്കുന്നുണ്ട്. KSRTCയിലെ തൊഴിലാളിയും KSRTCയും രക്ഷിക്കാനാണ്. അതൊരു പബ്ലിക് യൂട്ടിലിറ്റി സർവീസാണ്. ജനങ്ങൾക്ക് ആ KSRTC വേണം. അതിനെ മുറിച്ച് വിൽക്കാനോ സ്വകാര്യവൽക്കരിക്കാനോ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല. അതാണ് ഗവൺമെൻറ് നയം. ഏത് വ്യവസായ സ്ഥാപനം, പൊതുമേഖലയാകട്ടെ സ്വകാര്യ മേഖലയാകട്ടെ, അതിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും മാനേജ്മെൻറ്റും തമ്മിൽ ശത്രുതാപരമായിട്ടാണ് മുമ്പോട്ട് പോകണമെങ്കിൽ ആ വ്യവസായം രക്ഷപ്പെടുമോ? പെടില്ല. പക്ഷേ ശത്രുതാപരമായ പ്രശ്നമുണ്ടാകുമ്പോൾ മെറിറ്റ് ആരുടെ ഭാഗത്താണ് എന്നത് പരിശോധിക്കണമല്ലോ. അതിനകത്ത് സർക്കാർ എപ്പോഴെങ്കിലും CMDയെ ശാസിച്ചതായോ? നിങ്ങൾ ചെയ്യുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ പിഴച്ചുപോയി എന്ന് അദ്ദേഹത്തെ തിരുത്തുന്നതായോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല? ഇല്ല, അതൊക്കെ വേറെ സർക്കാർ മാനേജ്മെൻറ്റും തമ്മിലുള്ള അതൊക്കെ അവർ നോക്കട്ടെ. ഞാനിവിടെ ഉയർന്നു വന്ന പ്രശ്നങ്ങൾക്കാണ് നിങ്ങൾ എന്നോട് ചോദിച്ചതിന് മറുപടി പറയുന്നത്. ഇവിടെ ഈ KSRTC തൊഴിലാളികൾ ത്യാഗം സഹിക്കണ്ടേ? തൊഴിലാളികൾ ഈ ഒരു പുനഃസംഘടനാ സ്കീം ഗവൺമെൻറ് കൊണ്ടുവന്ന സുശീൽ ഖന്നയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ സ്വമനസ്സാൽ അവർ സർവരും അംഗീകരിച്ചല്ലോ ഗവൺമെൻറ് കൊണ്ടുവരുന്ന പ്രപ്പോസലെല്ലാം. തൊഴിലാളിയുടെ അനുപാതം കുറയ്ക്കുന്ന കാര്യത്തിൽ, ഡ്യൂട്ടിയുടെ സമയത്തിൻ്റെ കാര്യത്തിൽ, അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന കാര്യത്തിൽ, തൊഴിലാളികളുടെ വർക്ക് ലോഡിൻ്റെ കാര്യത്തിൽ, ഒരു ചേസ് ചെയ്യുന്നതിന് വേണ്ടി 310 ദിവസമാണ് ആവറേജ് ശരാശരി ഉണ്ടായിരുന്നെങ്കിൽ ആവറേജിനേക്കാൾ കുറഞ്ഞ അധ്വാനത്തിൽ ചേസ് നിർമ്മിച്ചു കൊടുക്കാമെന്ന് ഈ തൊഴിലാളി വില്ലിങ്ങായി പറഞ്ഞില്ലേ? ഇതെല്ലാം ഈ പുനഃസംഘടനയുടെ ഭാഗമായി KSRTC നിൽക്കണമെന്നുണ്ട് തൊഴിലാളി എടുത്ത മനോഭാവമല്ലേ? അത് ശരിയാണ്. അപ്പോൾ ആ കാര്യത്തിൽ തൊഴിലാളികൾ വളരെ പോസിറ്റീവായി പോകുന്നുണ്ടെന്ന് കൂടിയാണ് CIT നേതാവ് കൂടിയായ ശ്രീ ആനത്തലവട്ടം ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ പറയാം ശ്രീ ശശിധരൻ, ഒറ്റ കാര്യം കൂടി ഡിജോ കാപ്പൻ പറയുകയുണ്ടായി. ഈ പബ്ലിക് സർവീസ് എല്ലാം ഈ KSRTC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യയിലാകെ തന്നെ സ്വകാര്യവൽക്കരിക്കാൻ ഒരു ബില്ല് കൊണ്ടുവരുന്നു. അതിൽ നിങ്ങൾക്ക് ആർക്കും ഉത്കണ്ഠയില്ല എന്ന്. ഡിജോ കാപ്പൻ്റെ ഈ രാജ്യത്ത് 8-9 തീയതി നടന്ന പണിമുടക്കുള്ള പ്രധാന മുദ്രാവാക്യമായിരുന്നത്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യവൽക്കരിക്കുന്ന ഗവൺമെൻറ് നയത്തിനെതിരായിട്ടാണ് പണിമുടക്കിയത്. അതിൽ മോട്ടോർ ട്രാൻസ്പോർട്ട് രംഗത്ത് കേന്ദ്ര ഗവൺമെൻറ് വരുന്ന ബില്ലിനെതിരായിട്ടും ഈ തൊഴിലാളിയുടെ പണിമുടക്കുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ തൊഴിലാളി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവരുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളെ ആക്ഷേപിക്കുന്ന ശശിധരൻ, ഇനിയിപ്പോൾ കോടതി നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ പറഞ്ഞു, മാനേജ്മെന്റിനെ വിമർശിച്ചു എന്നൊക്കെ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. പക്ഷെ അതിനിടയ്ക്ക് കോടതി പറഞ്ഞ മറ്റു ചില കാര്യങ്ങളുണ്ട്. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരു സമരം ചെയ്യണമോ? പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ആഗ്രഹമെങ്കിൽ നിയമപരമായ പരിഹാരം തേടിക്കൂടെ? യാത്രക്കാരുടെ അവകാശങ്ങൾ കൂടി നിങ്ങൾ പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പണിമുടക്ക് ഇപ്പോൾ വേണ്ട എന്നാണ് കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് കോടതിയുടെ മറ്റ് എല്ലാ ഇടപെടലുകളും നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഇതും നിങ്ങൾ അംഗീകരിക്കണമല്ലോ. ഇത് അനുചിതമായ ഒന്നാണെന്നും ഇത് യാത്രക്കാർക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണെന്നും ഈ പണിമുടക്ക് സാധുവല്ല എന്നും പറഞ്ഞാണ് കോടതി അതിനെ നിരാകരിക്കുന്നത്, അത് തടയുന്നത്. എന്താണ് നിങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്? അതിന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ കയ്യടി കിട്ടുകയും ചെയ്തു എന്നതുകൂടി ഓർക്കണം കോടതിയുടെ ആ തീരുമാനത്തിന്. ഇവിടെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ സമരം നടത്തിയത്, ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സമരം നടത്തിയത്. ഇവിടെ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ച 7 കേസുണ്ട്. അതിൽ പല കേസിലും ഡ്യൂട്ടി പരിഷ്കരണം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതിയെ ആദ്യം സമീപിച്ച ആളാണ് ഞാൻ കൊടുത്ത കേസിൽ ബഹുമാനപ്പെട്ട കോടതി തന്നെ നിർദ്ദേശിച്ചു, മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് അനുസരിച്ച് യൂണിയനുകളുമായി ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കണം വിത്തിൻ 1 month. അത് തീരുമാനിച്ചിട്ടൊന്ന് 7 മാസമായി. ഇതുവരെ അതിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനം ഉണ്ടായില്ല. ഞങ്ങളിൽ നിന്ന് മാസാമാസം സഹകരണ സംഘങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലും അടയ്ക്കാൻ വേണ്ടി പിടിക്കുന്ന തുക മുഴുവൻ അവിടെ അടയ്ക്കാതെ ഞങ്ങൾ പലിശയും പിഴപ്പലിശയും വീണ്ടും കൊടുക്കേണ്ടി വരുന്നു. LICയുടെ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ 11 മാസമായി. ഞങ്ങളുടെ LIC പോളിസികളെല്ലാം നഷ്ടപ്പെടുന്നു. 500ഓളം കോടി രൂപ ഞങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത രൂപ അത് യഥാസ്ഥാനത്ത് അടയ്ക്കാതെ വഴിമാറ്റുന്നു. ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയിൽ പോയി, ഞാൻ തന്നെയാണ് പോയത്. കോടതി പറഞ്ഞു നവംബർ മാസം മുതൽ പിടിക്കുന്ന തുക ഇനി KSRTC വക മാറ്റരുത്, നിങ്ങൾ പിടിക്കുന്ന തുക അവിടെ അടയ്ക്കണം. ഇതുവരെ പിടിച്ച തുക എന്ന് അടയ്ക്കാമെന്ന് നിങ്ങൾ പറയണം. ഈ നവംബർ മാസം മുതൽ ഡിസംബർ മാസം 2 മാസവും 10 പൈസ അടച്ചിട്ടില്ല. ഈ കോടതിയുടെ ഉത്തരവുകൾ പോലും ലംഘിക്കുന്നത് മാനേജ്മെൻറ്റാണ്. ഇവിടെ ചോദിക്കട്ടെ, ഞങ്ങൾ KSRTC ജീവനക്കാർ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്.
ഞങ്ങളും സാധാരണക്കാരാണ്, ഞങ്ങളിൽ മഹാഭൂരിപക്ഷവും. ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ശമ്പള പരിഷ്കരണം 2016 ഫെബ്രുവരി ഞങ്ങളുടെ ശമ്പള പരിഷ്കരണ കാലാവധി അവസാനിച്ചു. ഞങ്ങളുടെ കൂടെ ശമ്പള പരിഷ്കരണം കിട്ടേണ്ടിയിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും മറ്റെല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അടുത്തൊരു കരാർ വരികയും ആ കരാറിൻ്റെ കാലാവധി കഴിഞ്ഞ് അടുത്ത കരാറിലേക്ക് പോകുന്നു. ഞങ്ങൾ ഇതുവരെ പണിമുടക്കിയില്ല. അതിനുവേണ്ടി ഞങ്ങൾക്ക് 5 ഗഡു DA കുടിശ്ശികയുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ആ DA കുടിശ്ശികയ്ക്ക് വേണ്ടി ഞങ്ങൾ പണിമുടക്കിയില്ല. അത് മനസ്സിലാക്കി. ശരി, ഓക്കെ. അങ്ങനെ പണിമുടക്കാത്ത നിരവധി സാഹചര്യങ്ങൾ കൂടി താങ്കൾ ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷേ ഒരു അനാവശ്യ പണിമുടക്ക് എന്ന് കോടതി നിരീക്ഷിച്ച 1.5 കോടി രൂപ കോർപ്പറേഷൻ നഷ്ടമുണ്ടാക്കിയ ഒരു സംഭവത്തിൽ നിങ്ങളോട് ആ നഷ്ടമുണ്ടാക്കിയവരിൽ നിന്ന് ആ പണം ഈടാക്കണമെന്നൊരു കോടതി വിധി ഉണ്ടല്ലോ. ശശിധരൻ, ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കുന്നുണ്ടോ? ശശിധരൻ, ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കുന്നുണ്ടോ? ദിവസം ഡ്യൂട്ടിക്ക് ഹാജരായാൽ ശശിധരൻ, ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കുന്നുണ്ടോ? 90 ദിവസമായി അപേക്ഷ കൊടുത്ത് അവൻ പുറത്ത് നിൽക്കുന്നു. ഗൾഫിൽ കിടന്ന് ഇവിടുന്ന് പെർമിഷൻ വാങ്ങി ഗൾഫിൽ ഞാൻ പറയുന്നത് താങ്കൾ മടങ്ങി വരണമെന്ന് പറഞ്ഞു. ഇല്ല, തിരുവനന്തപുരം സ്റ്റുഡിയോ അത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. PCR ഞാൻ പറയാം താങ്കളിലേക്ക്. ശ്രീ രിജോ കാപ്പൻ, ഇവിടെ ഇപ്പോൾ കോടതി ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. സമരം ഇപ്പോൾ വേണ്ട എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ഇടപെടൽ ശരിയല്ലാത്ത ഒന്നാണ് എന്ന വിമർശനം യൂണിയനുകൾ തന്നെ ഉയർത്തുന്നുണ്ട്. പണിമുടക്ക് എന്നത് തൊഴിലാളിയുടെ അവകാശമാണ്. നോട്ടീസ് കൊടുക്കുന്നു, 15 ദിവസം കഴിയുന്നു, വേണ്ടത്ര ഇടപെടൽ ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ഒരു പണിമുടക്കിലേക്ക് പോകുന്നുവെന്ന്. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനമാണ്, ആളുകൾക്ക് പ്രയോജനമുണ്ടാകുന്ന അല്ലെങ്കിൽ യാത്രക്കാർക്ക് പ്രയോജനമുണ്ടാകുന്ന, പൊതുസമൂഹത്തിന് ഗുണമുണ്ടാകുന്ന ഒന്നാണെന്ന് പറയുമ്പോഴും അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഒരു മഹാലക്ഷ്യത്തോടെ വരുന്നവരല്ലോ. അവരുടെ കുടുംബം പോറ്റാൻ വരുന്നവരാണ്. അവർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ നോട്ടീസ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ സമരം ചെയ്യേണ്ടിയും വരും. അത് സ്വാഭാവികമല്ലേ? അതിന് അവിടെ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളും ഇതിൻ്റെ മുഴുവൻ നഷ്ടത്തെക്കുറിച്ച് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ സമൂഹത്തിൻ്റെ മുഴുവൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ വ്യക്തിപരമായും കുടുംബപരമായും ഒക്കെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ സഹിക്കണമെന്ന് പറയുന്നത് ന്യായമായ ഒരു വാദമാണോ? അല്ല, KSRTCയുടെ സ്ഥിതി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. 287 കോടി രൂപ ചെലവും 196.5 കോടി രൂപ വരുമാനവുമുള്ള ഒരു സ്ഥാപനമാണ് KSRTC. ഒരു മാസം അതായത് 90.5 കോടി രൂപ നഷ്ടത്തിലാണ്. അപ്പം ഒരു ദിവസം പണിമുടക്കിയാൽ ആ നഷ്ടം പിന്നെയും കൂടുക. അപ്പോൾ സ്വാഭാവികമായും ഈ സമരത്തിൻ്റെ രൂപമൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു. ഈ ഒരു പരമ്പരാഗതമായ രീതിയിലുള്ള സമരം KSRTCക്ക് താങ്ങാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ആനന്ദൻ മുമ്പേ സൂചിപ്പിച്ചു, ഇന്ത്യയിലെ തൊഴിലാളികൾ അല്ലെങ്കിൽ കേരളത്തിലെ തൊഴിലാളികൾ BJP ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഈ നാഷണലൈസേഷൻ ഇല്ല അല്ലെങ്കിൽ ടെൻഡർ വിളിച്ചിട്ടാണ് ഇനി പെർമിറ്റ് കൊടുക്കാൻ പോകുന്നത്. ഞങ്ങൾ കാണുന്ന ആശങ്ക അതുതന്നെയാണ്. അതിനുള്ള ഒരു ശേഷി കേരളത്തിനുണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയ്ക്ക് 1 കിലോമീറ്റർ ഓപ്പറേറ്റ് ചെയ്യാൻ 40 രൂപയേ ഉള്ളൂ, KSRTCക്ക് 71 രൂപയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നാഷണലൈസേഷൻ ഇല്ലെങ്കിൽ ഇന്ന് KSRTCക്കുള്ള കുത്തകകൾ മുഴുവൻ നഷ്ടപ്പെട്ടിട്ട് ഈ 40 രൂപയും ഒരു ലാഭം കൂടി ഇട്ടുകൊണ്ട് പെർമിറ്റ് മുഴുവൻ അവർ കൊണ്ടുപോകും. അപ്പം പിന്നെ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഈ സ്വകാര്യ മേഖലയുടെ പിടിച്ചുപറി ഇതിനേക്കാൾ ഭീകരമായിരിക്കും. അതാണ് ഞങ്ങൾ കാണുന്ന ആശങ്ക. അപ്പോൾ അതിനുള്ള ഒരു ആരോഗ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇവിടെ സമരം ചെയ്ത് ഇത് വീണ്ടും ബാധ്യതയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് തന്നെ നമ്മുടെ എയർപോർട്ടുകൾ പോലും സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു സ്ഥാപനം നമ്മുടെ കയ്യിലെ പ്രവർത്തനം കൊണ്ട് തന്നെ അത് അടച്ചു പൂട്ടുന്ന ഒരു സ്ഥിതിയിലോട്ട് വരുത്തുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് സുപ്രീം കോടതി തന്നെ പറഞ്ഞു 4000 കോടി രൂപ ബാധ്യതയുള്ള ഈ സ്ഥാപനം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണോ. ഒരു 6 കൊല്ലം മുമ്പ് കേരള ഹൈക്കോടതി ഇത് പറഞ്ഞു, ഇത് അടച്ചു പൂട്ടുന്നതല്ലേ നല്ലത്. അന്ന് ഞാൻ കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ ഒരു കോളം എഴുതി കൊടുത്തു, ഇതിനകത്ത് പൂട്ടുകയല്ല വേണ്ടത്, ഇത് ചെറിയ ചികിത്സ മതിയെന്ന്. പക്ഷേ ചികിത്സിക്കാൻ KSRTC യൂണിയൻ നേതാക്കന്മാർ നിന്നു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ. കുടുംബശ്രീ റിസർവേഷൻ കൗണ്ടറുമായി ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടൊരു മിന്നൽ പണിമുടക്ക് നടത്തുകയും അതിൽ നഷ്ടമുണ്ടാക്കുകയും ഒക്കെ ചെയ്തൊരു കഥയുണ്ടല്ലോ. ഞങ്ങൾ പ്രധാനപ്പെട്ട പല ഘട്ടങ്ങളിലും സമരം ചെയ്തിട്ടില്ല എന്നാണ് ശ്രീ ശശിധരൻ പറയുന്നത്. അവിടെ തന്നെയാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ വേദന. ആ സമരം എത്ര അനാവശ്യമായിരുന്നു. അതിൻ്റെ പേരിൽ കേരളത്തിൽ 84 ഡിപ്പോയിലെ റിസർവേഷൻ കുടുംബശ്രീക്ക് കൊടുത്തത് വലിയ അപരാധമായിട്ടാണ് ഇവർ പറയുന്നത്. ഈ കുടുംബശ്രീ ആരാ? നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഹോദരിമാർ ഈ KSRTCയുടെ അത്രയും ശമ്പളവും വരുമാനവും ഇല്ലാത്ത കുടുംബങ്ങളിൽ കഴിയുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ കേരള ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്നവരാ. അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഇന്ന് പ്രതിമാസം 25,000 രൂപ ചിലവുള്ള ആ കൗണ്ടറിൻ്റെ ചിലവ് 5,000 രൂപയായിട്ട് കുറയും. KSRTCയുടെ ചിലവ് ചുരുക്കി KSRTCയുടെ വരുമാനവും അതുപോലെ തന്നെ ജീവനക്കാരുടെ റേഷ്യോയും കുറച്ചു കൊണ്ടുവന്നാൽ KSRTCക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഓരോ നടപടികളാണ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് പ്രകാരം ഡബിൾ ഡ്യൂട്ടികൾ മുഴുവൻ സിംഗിൾ ഡ്യൂട്ടിയാക്കി മാറ്റി കഴിഞ്ഞ സെപ്റ്റംബർ 9 മുതൽ. അതിനുശേഷം KSRTCയിൽ വരുമാനം കൂടി. ഞങ്ങൾ കാണുന്ന വരുമാനം കൂടുന്നതിനേക്കാൾ
അപകടങ്ങളുടെ എണ്ണം കുറഞ്ഞു. മറ്റേത് പ്രതിമാസം 120 അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് അത് 98 കുറഞ്ഞു. അപ്പോൾ ആളുകളുടെ ജീവഹാനി കുറഞ്ഞു. താങ്കൾ പറയുന്നത് ഈ വലിയ രോഗത്തിന് ചികിത്സിക്കാനുള്ള ശ്രമത്തെ തടസ്സപ്പെടുത്തുകയാണ് യൂണിയനുകൾ എന്നാണ്. ശ്രീ ശശിധരൻ, ഞാൻ താങ്കളിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ച റിസർവേഷൻ കൗണ്ടിൽ കുടുംബശ്രീക്കാരെ ഉൾപ്പെടുത്തുക എന്ന പരിപാടിക്കെതിരായിട്ട് നിങ്ങൾ സമരം ചെയ്തത് അപ്രതീക്ഷിതമായ ഒരു സമരമായിരുന്നു. ആ സമരം അങ്ങേയറ്റം അബദ്ധമാണെന്ന് കോടതി പറയുകയും അതുവഴി ഉണ്ടായ നഷ്ടം നികത്താൻ ആ സമരക്കാരിൽ നിന്ന് ഈടാക്കണമെന്ന് കോടതി പറയുകയും ചെയ്തു. അത് വണ്ടി വഴിയിൽ നിർത്തി ആളെ ഇറക്കി വിട്ടു. അങ്ങനെയാണ് നിങ്ങളുടെ പ്രതിബദ്ധത മനസ്സിലായിട്ടുള്ളത് ഈ നാടിന്. അതാണ് കുഴപ്പവും. അല്ല, ഇത് ഈ ശ്രീ ഡിജോ കാപ്പനെ പോലുള്ളവർ ആദ്യം മുതൽ മനഃപൂർവ്വമായി സൃഷ്ടിക്കുന്ന ഒരു പ്രചരണമാണ്. എന്താണ് കുടുംബശ്രീയുടെ പ്രശ്നം? ഞങ്ങൾ കുടുംബശ്രീക്കൊന്നും എതിരില്ല. ശ്രീ സുശീൽ കന്യയുടെ റിപ്പോർട്ട് ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ആ സമരമാർഗത്തെ കുറിച്ച് താങ്കളൊന്ന് പറയാമോ? ആ മെറിറ്റിലേക്ക് പോകുന്നതിന് മുൻപ് അങ്ങനെ വണ്ടി ഒരു സുപ്രഭാതത്തിൽ യാത്രക്കാരെ ഇറക്കി വിട്ട് കോർപ്പറേഷന് വലിയ നഷ്ടമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലാണോ നിങ്ങളുടെ സർവീസിന്റെ സ്വഭാവം? അങ്ങനെയാണോ നിങ്ങളുടെ കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ ധനസ്ഥിതി? അല്ല, അത് പറയുമ്പോൾ ഞങ്ങൾ അതിന്റെ സാഹചര്യം പറയണ്ടേ? നിങ്ങൾ ചോദിക്കുന്ന ഉത്തരത്തിന് പറയുമ്പോൾ അതിന്റെ മറുപടി കൂടെ പറയണ്ടേ? ഞങ്ങൾ കുടുംബശ്രീക്കാരെ ഏൽപ്പിക്കുന്ന സാഹചര്യം എന്താണ്? ഇവിടെ ജീവനക്കാർ അധികമാണെന്ന് പറയുകയും ജീവനക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ അത് പുറംകരാർ കൊടുക്കുകയും ചെയ്താൽ എങ്ങനെയാണ് ജീവനക്കാരെ? അപ്പം ആയിരക്കണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിട്ടുകൊണ്ട് പുറത്തു നിന്ന് ആളുകളെ കൊണ്ടിവിടെ കൊണ്ടുവരണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? അത് അംഗീകരിക്കാൻ കഴിയില്ല. അതിന് ബന്ധപ്പെട്ടവരെല്ലാം ഞങ്ങൾ അറിയിക്കേണ്ട സമയത്ത് വിവരങ്ങൾ അറിയിച്ചു. അത് ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കണം, ശരി, ഈ ഗവൺമെൻറ് തന്നെ അതിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ CMDയോട് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഏകപക്ഷീയമായ നടപടിയുമായി അദ്ദേഹം മുമ്പോട്ട് പോയി. ഞങ്ങളെ അവിടെ എന്തിനാ മിന്നൽ പണി ഇവിടെ കൊണ്ടായത്? സമാധാനപരമായ ഒരു സമരം നടന്നപ്പോൾ പോലീസിനെ ഉപയോഗിച്ച്, ശ്രീ തച്ചങ്കരിയുടെ സ്വാധീനം ഉപയോഗിച്ച് അവിടെ തൊഴിലാളി പ്രവർത്തകരെയും തൊഴിലാളി നേതാക്കളെയും അവിടെ മർദ്ദിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. സ്വാഭാവിക പ്രതികരണം തൊഴിലാളിയുടെ ഭാഗത്തുണ്ടായി. പിന്നെ അവിടെ നമശിവായം പറഞ്ഞിരിക്കണമെന്നാണ് തൊഴിലാളികളുടെ സ്വാഭാവിക പ്രതികരണമാണ് ഉണ്ടായത്. അത് പ്രഖ്യാപിച്ച പണിമുടക്കല്ല. തൊഴിലാളി പ്രവർത്തകരെയും തൊഴിലാളികളെയും പോലീസിനെ ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോഴുണ്ടായ പ്രതികരണമാണത്. പിന്നെ അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതിയിലുണ്ടായ കേസ്, അതിലൊന്നും ഞങ്ങളെ കക്ഷിയാക്കിയിട്ടില്ല. ഞങ്ങളുടെ വശം എന്താണെന്ന് കേട്ടിട്ടില്ല. ശശിധരൻ, നിങ്ങളുടെ സമരത്തിലെ ആവശ്യങ്ങളൊന്ന് എംപാനൽ ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്നതാണ്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അവർക്ക് പുറത്തു പോകേണ്ടി വന്നത്. അത് ഇപ്പോൾ സർക്കാർ വേഗത്തിൽ തീരുമാനം എടുക്കാൻ കഴിയുന്ന, കോർപ്പറേഷൻ മാനേജ്മെന്റ് എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനം എന്ന നിലയിലാണോ നിങ്ങളുടെ ആവശ്യമായി ഉന്നയിച്ചിരിക്കുന്നത്? അത് ഗവൺമെൻറ് നിലപാട്, ഗവൺമെൻറ്റിൻ്റെ കോടതിയുടെ അനുമതിയോടുകൂടി ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ 10-15 കൊല്ലക്കാലമായി ഇവിടെ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഏകദേശം 4000-ഓളം പേരെ വഴിയിലിറക്കി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കോടതിയിൽ അതേസമയം പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമിച്ചവർക്കൂടെ നിയമനം കൊടുക്കാൻ ഒഴിവുണ്ട്. ആ ഒഴിവ് നികത്തിയിരുന്നെങ്കിൽ അവരെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ശ്രീ തച്ചങ്കരി അത് മനഃപൂർവ്വമായി അവരെ പുറത്താക്കാനുള്ള രീതിയിൽ കോടതിയിൽ അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. ഇപ്പോഴും അവരെ രക്ഷിക്കാൻ കഴിയും. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ സ്ഥിരം വേക്കൻസികൾ ഒഴിച്ചുള്ള സാഹചര്യങ്ങളിൽ ഇവരെ നിയമിക്കുന്നതിന് കോടതി തടസ്സമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതിലെല്ലാം ഏതൊക്കെ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സമീപകാലത്തുണ്ടായോ അതിന്റെ എല്ലാം ആണിക്കല്ലായി അവർ പറയുന്നത് CMD ടോമിൻ ജെ തച്ചങ്കരിയെ കുറിച്ചാണ്. ചെലവ് ചുരുക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിലാളികളെ കുറയ്ക്കാനും അവരുടെ റീഡിപ്ലോയ്മെന്റിനൊക്കെ ഈ തച്ചങ്കരി കൊണ്ടുവന്നിട്ടുള്ള പ്ലാനാണ് മുഴുവൻ, പദ്ധതികളാണ് മുഴുവൻ അബദ്ധമായത് എന്ന്. പക്ഷെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടല്ലോ എന്നാണ് താങ്കൾ പറയുന്നു. CMDയും മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിൽ ഒരു വൈരം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് അനുവദിച്ചു കൊടുക്കുന്ന സർക്കാരല്ല ഇത് എന്ന്. പക്ഷെ സർക്കാർ അതിനകത്ത് ഇടപെട്ട് കാണുന്നേ ഇല്ലല്ലോ. ആനന്ദവട്ടമാനന്ദൻ, ഞാനതാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. CMD കൊണ്ടുവരുന്ന പരിപാടികൾ ഇത് നന്നാക്കാനാണെന്ന് വിചാരിക്കുന്നു സർക്കാർ. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ അതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു തന്നെയാണ് സർക്കാർ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എന്നേ ഇതിൽ ഇടപെട്ടേനെ? ഇല്ല, ഞാൻ പറയാത്ത കാര്യമാണ് താങ്കൾ പറയുന്നത്. സർക്കാരിൻ്റെ ലക്ഷ്യം അവിടെയുള്ള തൊഴിലാളി ദ്രോഹമല്ല. KSRTC രക്ഷിക്കണം, തൊഴിലാളിയുടെ താല്പര്യം സംരക്ഷിക്കണം. അതവിടെ ഏൽപ്പിക്കുന്ന ആളുകളുടെ ഡ്യൂട്ടിയാണ്. അതിന് പകരം തൊഴിലാളികളെ മുഴുവൻ KSRTCക്കെതിരായി സർക്കാരിനെതിരായി തിരിച്ചുവിടുക എന്ന് പറയുന്നത് സർക്കാർ നയമല്ല. അതാണ് അതിനെക്കുറിച്ചുള്ള മറുപടി. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഡിജോ ക്യാപ്റ്റൻ പറഞ്ഞു കുടുംബശ്രീക്കാർ കുറഞ്ഞ ശമ്പളം കൊടുത്തു കൊണ്ടുവന്ന് അവരെ വയ്ക്കുന്നതിന് ഫലമായി KSRTC ലാഭമാവില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ സർക്കാരിൻ്റെ മറ്റെല്ലാ സ്ഥാപനങ്ങളും ലാഭത്തിലാണ്. സുപ്രീം കോടതി ചോദിച്ചെന്ന് പറയും 4000 കോടി രൂപ നഷ്ടത്തില്ലെന്ന്. ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ കരുതൽ ധനം എടുക്കുകയാണ്. 3 ലക്ഷം കോടി രൂപ ഇങ്ങോട്ട് പറയുകയാണ്. പാപ്പരായതിൻ്റെ ഫലമായിട്ടല്ലേ?
അതിൻ്റെ ഫലമായിട്ടല്ലേ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ രാജിവെച്ച് പോയത് ഊർജിത് പട്ടേൽ. അപ്പോൾ അതിൻ്റെ ഫലമായി ഈ ഗവൺമെൻറ് പിരിച്ചുവിടണമെന്ന് സുപ്രീം കോടതി പറയണ്ടേ? ഞാൻ ഇവിടെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുകളൊക്കെ ലാഭമാണ്, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നു, മറ്റുള്ളവർക്കെല്ലാം ശമ്പളം കൊടുക്കുന്നു. ലാഭം ഉണ്ടായിട്ടാണ് കൊടുക്കുന്നത്. ആ സർക്കാർ ഓഫീസിൽ ഇരിക്കുന്നിടത്തെല്ലാം തൊഴിലിനെതിരായ യുവതിയുവാക്കൾ ലക്ഷക്കണക്കിന് കിടപ്പുണ്ട്. അവർ പറയുന്നത് സർക്കാർ ജീവനക്കാരന് കൊടുക്കുന്നതിൻ്റെ പകുതിയോ 4 ശമ്പളം തന്നാൽ മതി, ഞങ്ങളിരുന്ന് പണിയെടുക്കാം. സമ്മതിക്കുമോ? അല്ലല്ല, മറ്റ് സർവീസുകൾ പോലെയാണോ സിയാനത്തലവട്ടം? മറ്റ് സർവീസുകൾ ജനങ്ങൾക്ക് വേണ്ടി വലിയ പണിയെടുക്കുന്നുണ്ട് എന്നോർക്കുക. ഈ സർവീസ് എന്ന് വെച്ചാൽ ജനം അവിടെ കയറുന്നതിന് മറ്റൊരു സംസ്ഥാനത്തും കൊടുക്കാത്ത പണം കൊടുത്ത് ജനം ഉപയോഗിക്കുന്ന സർവീസാണിത്. മറ്റ് ഗവൺമെന്റ് സർവീസുകൾ പലതിനും നമ്മൾ ജനങ്ങളിൽ നിന്ന് പണം ഉണ്ടാക്കുന്നില്ല. അത് സർക്കാർ അതിനുവേണ്ടി മുടക്കുന്ന പണമാണ് ആ സർവീസ് ഭരണചക്രം ചലിപ്പിക്കാൻ. ഇതങ്ങനെയല്ല. ഞാൻ KSRTC കിടക്കണമെങ്കിൽ എനിക്ക് ലോകത്തോടൊപ്പമില്ലാത്ത പൈസ കൊടുക്കണം, പോരാത്തതിന് പിന്നെ അതിന് ശമ്പളം കൊടുക്കാൻ ഞാൻ നികുതിയും കൊടുക്കണം. ആ പ്രശ്നം അതിനകത്തുണ്ടല്ലോ വേറെ തന്നെ. അല്ല, ഞാൻ ഇങ്ങോട്ട് ചോദിക്കുന്നത് KSRTC വേണ്ടെന്ന് തീരുമാനിക്കാമോ നമുക്ക്? അതാണോ നിങ്ങളുടെ താല്പര്യം? അങ്ങനെ വന്നാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യം, ജനങ്ങളുടെ സഞ്ചാരത്തിനെ കുറിച്ച് ഗവൺമെൻറ് ഒരു ഉത്തരവാദിത്വമില്ലേ? എല്ലാ രാജ്യത്തുമില്ലേ പൊതു സർവീസില്ലേ, പൊതുഗതാഗത സർവീസില്ലേ? ഇവിടെ മാത്രമാ ഒരു പുത്തരിയ? അതിനു വേണ്ടിയിട്ടുള്ള പണം മുടക്കേണ്ടി വരും. അതില്ലാതെ എങ്ങനെ ജനങ്ങൾ യാത്ര ചെയ്യും? എങ്ങനെ ആഫീസുകളിലേക്ക് ആളെത്തും? എങ്ങനെ പള്ളിക്കൂടത്തിലേക്ക് ആളെത്തും? എങ്ങനെ കോളേജുകളിലേക്ക് ആളെത്തും? എങ്ങനെ വ്യവസായശാല ഫാക്ടറികളിലേക്ക് ആളെത്തും KSRTC ഇല്ലാതെ? ആ പണി മുഴുവൻ ചെയ്യുന്നത് ഈ KSRTC അല്ലേ? അതിന് കാശ് മുടക്കേണ്ടി വരും. നിങ്ങൾ ലാഭനഷ്ടം നോക്കുകയാണെങ്കിൽ സർക്കാർ ഓഫീസെല്ലാം പൂട്ടിയാൽ 5000 പേർ സെക്രട്ടേറിയറ്റ് പണിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ വേൾഡ് ബാങ്ക് നേരത്തെ വന്ന് പറഞ്ഞല്ലോ, അവർ 100 പേരെ വെച്ച് ഞങ്ങൾ ചെയ്തു തരാം. സമ്മതിക്കോ? അല്ലെന്ന് ഞാനിപ്പോ സെക്രട്ടേറിയറ്റിലോ പഞ്ചായത്ത് ഓഫീസിലോ പോയാൽ എനിക്ക് എല്ലാ സേവനത്തിനും അവിടെ പണം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് KSRTC കയറുന്നതിനും ഇറങ്ങുന്നതിനും ഞാൻ പണം കൊടുക്കണം. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത കൂലി കൊടുത്താലേ ആ സർവീസ് ഉപയോഗിക്കാൻ കഴിയൂ. ഞാൻ ഇവിടുത്തെ പൗരനാണ് എന്നതുകൊണ്ട് എനിക്ക് സൗജന്യ സേവനമൊന്നും തരുന്നില്ല KSRTC. അപ്പോൾ അത്ര പണം വാങ്ങുന്ന KSRTC സ്വയം പര്യാപ്തമാവാൻ എന്തെങ്കിലും ശ്രമിക്കണം. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണം എന്നതാണ് പ്രശ്നം. അല്ലാതെ നികുതി കൊടുത്തു കൊണ്ടുപോകാൻ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായി ഇതിനെ താതാത്മ്യം പ്രാപിപ്പിക്കാൻ നോക്കല്ലേ സിയാനത്തലവട്ടം? അങ്ങനെയല്ല. ഇത് പണം ഈടാക്കി മറ്റെല്ലാ സ്വകാര്യ സർവീസും പോലെ നടത്തുന്ന ഒന്നാണ്. അല്ലല്ല, ഒറ്റ കാര്യം പറയട്ടെ. ഈ കാര്യക്ഷമമാക്കണം എന്നുള്ള കാര്യത്തിൽ നഷ്ടം കുറച്ചുകൊണ്ട് വരണം എന്നുള്ള കാര്യത്തിലൊക്കെ ലോകത്തെവിടെങ്കിലും KSRTC സർവീസ് ലാഭത്തിലുള്ള ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ? ഗവൺമെൻറ് കൂടെ സഹായമുണ്ടെങ്കിൽ നടത്തിക്കൊണ്ട് പോകാൻ നോക്കൂ. സ്വകാര്യവൽക്കരിച്ചിടത്തെല്ലാം തിരിച്ചു വരികയാണ്. ഇത് വേണ്ടാന്ന് തീരുമാനിച്ചാൽ സ്വകാര്യ മുതലാളിമാർക്ക് ലാഭത്തിന് നടത്താൻ സാധിക്കും. എങ്ങനെ? താങ്കളത് കേൾക്കൂ. വിവിധ സർവീസ് സെക്ടറുകൾ പോലെ ഒന്നാണിത്. സർക്കാർ കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഈ ഭരണചക്രം ഇങ്ങനെ ചലിപ്പിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിലൊന്നാണ് പൊതുമേഖലാ സ്ഥാപനം കൂടിയായ ഈ KSRTCയും. അതിനെല്ലായിടത്തും ഉള്ളതുപോലെ ഇവിടെയും കുറച്ച് നഷ്ടമുണ്ടാവും. അത് സഹിക്കണം. അതിലെ തൊഴിലാളികൾക്ക് കാലാനുസൃതമായിട്ടുള്ള അവരുടെ വേതനവും ആനുകൂല്യങ്ങളും നൽകുക, മറ്റെല്ലായിടത്തും ചെയ്യുന്ന പോലെ. ഇങ്ങനെ ചെലവ് കുറച്ച് ലാഭത്തിലാക്കാനാണെങ്കിൽ എല്ലാ സർവീസും അങ്ങനെ ആക്കാൻ കഴിയും എന്നാണ് യൂണിയന്റെ നിലപാട്. CPC താങ്കൾ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. പറയൂ. ഞാൻ പറയുന്നത് സർക്കാരിൻ്റെ ചിലവുകൾ ചുരുക്കണം. സർക്കാരെന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ നഷ്ടം സഹിച്ചോളണം. ഒരു പൊതുമേഖല ട്രാൻസ്പോർട്ട് സ്ഥാപനം പബ്ലിക് യൂട്ടിലിറ്റി സർവീസാണെന്ന് പറഞ്ഞ് നഷ്ടത്തിൽ നടത്തിക്കൊള്ളണമെന്ന് നിയമമൊന്നുമില്ല. ഞാൻ തമിഴ്നാട്ടിലെ ഗവൺമെൻറ് ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ സെക്രട്ടറിയും അവിടെ അന്നുണ്ടായിരുന്ന 8 ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെ എല്ലാം ചെയർമാനും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്നു. അന്ന് അവിടെ മിക്ക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളും ലാഭകരമായിട്ട് നടത്തി കാണിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിലെ കൂലിയാണെങ്കിൽ, യാത്രക്കൂലിയാണെങ്കിൽ മറ്റ് പല സംസ്ഥാനങ്ങളെക്കാളും വളരെ കുറവുമായിരുന്നു. ഇപ്പം ഞാൻ അതുകൊണ്ട് അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ പറയുകയല്ല. പക്ഷേ ഇത് പൊതുമേഖലാ സ്ഥാപനം നഷ്ടത്തിലേ നടത്താൻ പറ്റൂ എന്ന ഒരു ചിന്ത ശ്രീ ആനത്തലവട്ടത്തെ പോലെയുള്ള നേതാക്കന്മാർ കൈവെടിയണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അത് എഫിഷ്യൻ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ബസ് യൂട്ടിലൈസേഷൻ എത്ര ശതമാനമാണ്? ഫ്യൂവൽ കൺസംഷൻ, 1 ലിറ്ററിന് എത്ര കിലോമീറ്റർ വണ്ടി ഓടുന്നുണ്ട് ഫ്യൂവൽ കൊണ്ട്? അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ കോസ്റ്റ് എത്രയുണ്ട്? ഇതൊക്കെ നമ്മൾ നോക്കണം. ഇതെല്ലാം ഒന്നും നോക്കാതെ ഞങ്ങളിതാ KSRTC ഞങ്ങളേതോ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ആൾക്കാരാണ്, ഞങ്ങൾക്ക് ആഭ്യന്തരചാരം നിലനിൽക്കണം എന്നെല്ലാം പറഞ്ഞാൽ നമ്മളത് മൂഢസ്വർഗത്തിൽ കഴിയുകയാണ്. ഇവിടെ ജനങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ജനങ്ങളെ ദുർവഹമായ ഭാരം ചുമത്തിപ്പിച്ചാൽ ജനങ്ങൾ തീർച്ചയായിട്ടും പറയും, എന്തിനീ KSRTC, ഞങ്ങൾ യാത്ര ചെയ്തോളാം, മറ്റ് സ്വകാര്യ ബസ്സുകൾ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കുന്ന രീതിയിലാണ്
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ മാനേജ്മെൻറ്റ് സുതാര്യമായി പെരുമാറണം. അവർ പറയണം ഇന്നത്തെ നില KSRTCയുടെ ഇതാണ്, ഈ ദയനീയമായ സ്ഥിതിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ ഓഫ് ആക്ഷൻ. ഈ പ്ലാൻ ഓഫ് ആക്ഷൻ അനുസരിച്ച് ഇന്ന വിധത്തിൽ ബസ് യൂട്ടിലൈസേഷൻ ഇംപ്രൂവ് ചെയ്യും, ഇന്ന വിധത്തിൽ ഫ്യൂവൽ കൺസംഷൻ കുറയ്ക്കും, ഇന്ന വിധത്തിൽ വേജസ് എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ച് ചിലവ് കുറയ്ക്കും. അപ്പോൾ അങ്ങനെ പല വിധത്തിൽ ഇന്ന വിധത്തിൽ എംപ്ലോയീസ് ത്യാഗം സഹിക്കണം 3 വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്ക്. ഇങ്ങനെ കണക്കുകൾ ജനങ്ങളുടെ മുൻപാകെ സമർപ്പിച്ച് യൂണിയൻ്റെ മുൻപാകെയും കൊടുത്ത് അവർക്കും ഇതിനെതിരെ പറയാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ ലോജിക്കലായിട്ട് അവരുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ട ഒരു ചുമതല മാനേജ്മെന്റിനുണ്ട്. ഈ കോർപ്പറേഷൻ പ്രശ്നത്തിലാണ് നമുക്കറിയാം, അത് നന്നാക്കിയേ പറ്റൂ എന്ന് നമുക്കറിയാം. കാരണം ഇത് താങ്ങാൻ കഴിയില്ല, ഈ മൊത്തം നികുതിദായകർക്കും കൂടി എക്കാലവും താങ്ങിക്കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു കോർപ്പറേഷനുമല്ല. പക്ഷെ അതിന് ഏകപക്ഷീയമായ ഒരു വെട്ടിനിരത്തൽ ഒരാൾ ഒരു ദിവസം രാവിലെ വന്ന് നടത്തുക സാധ്യവുമല്ലല്ലോ. കാരണം അത്രയും അധികം തൊഴിലാളികൾ അതിനകത്തുണ്ട്, അവരുടെ ജീവിത പ്രശ്നങ്ങളുണ്ട്, അവർക്ക് എല്ലാ തൊഴിലാളി വിഭാഗത്തിനുമുള്ളതുപോലുള്ള അവകാശങ്ങളുമുണ്ട്. അപ്പോൾ ഇത് അവിടുത്തെ സിറ്റുവേഷൻ ശരിയായി മനസ്സിലാക്കാതെ ഏകപക്ഷീയമായി ചെലവ് ചുരുക്കൽ, നന്നാക്കൽ എന്നൊക്കെ പറഞ്ഞ് CMD ഇറങ്ങിയതിൻ്റെ പ്രശ്നം കൂടിയാണോ? അതോ താങ്കൾ ഇതിനകത്ത് പരിപൂർണമായും CMDക്ക് ഒപ്പം നിൽക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ പരിപൂർണമായിട്ട് CMDക്കോ അല്ലെങ്കിൽ ആർക്കും ഒപ്പം നിൽക്കുകയല്ല. പക്ഷേ KSRTCയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ KSRTCയിൽ വന്നിട്ട് KSRTC നന്നാക്കാൻ നോക്കിയ ഒരു MDമാരെയും ഇവർ ഒരു കൊല്ലത്തിൽ കൂടുതൽ ഇരുത്തിയിട്ടില്ല. ഇതിനു മുമ്പ് ഇരുന്ന രാജമാണിക്യത്തെ ഓടിച്ചത് എന്തിനാ? അദ്ദേഹം ഡ്രൈവർ കം കണ്ടക്ടർ ആ കൺസെപ്റ്റ് തുടങ്ങുകയും അതിനുള്ള ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് ഇത് എന്തോ വലിയ അപരാധം ചെയ്യുന്നു എന്ന നിലയിലായിരുന്നു. പക്ഷേ ഇത് കർണാടകത്തിലും ഇപ്പോൾ BC Srick സാറൊക്കെ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലൊക്കെ ഇത് വളരെ നേരത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാണുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവർമാർ വണ്ടി ഓടിക്കുക. അപ്പം ഇവിടുന്ന് ബാംഗ്ലൂർ പോകുന്ന ഡ്രൈവർ അവിടെ ലേറ്റായിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തിരിച്ചു പറഞ്ഞിട്ടാണ് അവൻ തിരിച്ച് വണ്ടി ഇങ്ങോട്ട് ഓടിക്കുക. ഡ്രൈവർ കം കണ്ടക്ടർ ആണെങ്കിൽ സ്വാഭാവികമായും ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഒരാൾ ഓടിച്ചതിന് ശേഷം മറ്റേ ആൾ വണ്ടി ഓടിക്കുന്നു. ഇതിനിടയ്ക്ക് കയറുന്ന അപൂർവം യാത്രക്കാരന് കണ്ടക്ടർ ഈ ഡ്രൈവർ കം കണ്ടക്ടറായിട്ടുള്ള അടുത്തയാൾ ടിക്കറ്റ് കൊടുക്കുന്നു. അത് കൃത്യമായിട്ട് അതിന് ട്രെയിനിങ്ങും ഒക്കെ കൊടുത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ ഓടിച്ചു. പക്ഷേ ഈ MD വന്നപ്പോൾ അത് നടപ്പാക്കി. അതുപോലെ തന്നെ ഈ ഇപ്പോൾ KSRTCയിൽ മറ്റ് ചില നടപടികൾ ടൈം ടേബിൾ സെക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്, അത് അബോളിഷ് ചെയ്തു. അപ്പം അങ്ങനെ അതർ ഡ്യൂട്ടി നിർത്തലാക്കി. അപ്പം ഇവർ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ ജനങ്ങളുടെ മുന്നോട്ട് ഒന്ന് പറയുകയും അതിന് പിന്നിൽ വേറൊരു ചെറിയ ഇതുണ്ട്. ഇവർക്കൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ചില ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അനർഹതപ്പെട്ട ചില കാര്യങ്ങൾ ഇവർ നേടിയിരുന്നു. അതിനകത്ത് കൈവച്ചപ്പോഴാണ് ഇവർക്കൊക്കെ അസ്വസ്ഥതയുണ്ടായത്. ഞാൻ അതിൻ്റെ ഒറ്റ ഉദാഹരണം പറയാം. KSRTCയിലെ യൂണിയൻ നേതാക്കന്മാരുടെ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കോ. ഇതിനകത്ത് ഡ്രൈവറും ഉണ്ട്, കണ്ടക്ടറും ഉണ്ട്, മെക്കാനിക്കും ഉണ്ടല്ല. ഒരു മെക്കാനിക്കിനെ വല്ല ഒരു വൈസ് പ്രസിഡന്റ് ആക്കുമെന്നല്ലാതെ മുഴുവൻ യൂണിയൻ്റെ നേതൃത്വത്തിലും ഈ കണ്ടക്ടർമാരായി വന്ന് ഇൻസ്പെക്ടർമാരായി വന്ന ആളുകളാണ്. അവരുടെ പ്രൊമോഷൻ്റെ കാര്യത്തിൽ പോലും അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ഡ്രൈവർക്ക് ശമ്പളം കൂടുതലും കണ്ടക്ടർക്ക് ശമ്പളക്കുറവാണ്. പക്ഷേ 9 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു 10 പ്രൊമോഷനുണ്ട്, ഡ്രൈവർക്ക് 2 പ്രൊമോഷനേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഡ്രൈവർ കം കണ്ടക്ടർ വന്നാൽ ഈ പ്രൊമോഷൻ ചോദിക്കുമെന്ന മറ്റോ വല്ല തെറ്റിദ്ധാരണയായിരിക്കും. അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങൾക്ക് യാത്രക്കാർക്ക് സുരക്ഷിതമായി ഡ്രൈവർ കം കണ്ടക്ടർ ആണെങ്കിൽ യാത്ര ചെയ്യാം. അതാണ് ഞങ്ങൾ ഇപ്പോൾ ഈ MDയെ പിന്തുണയ്ക്കുന്നതിൻ്റെ കാര്യം, രാജമാണിക്യത്തെ പിന്തുണയ്ക്കാനുണ്ടായ കാര്യവും അത് തന്നെയാണ്. അപ്പോൾ ഏതെല്ലാം മേഖലകളിൽ അനർഹമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് എന്തോ ഉലച്ചിലുണ്ടാകുമെന്ന ഘട്ടം വരുമ്പോഴാണ് സമര ഭീഷണിയുടെ തീവ്രത കൂടുന്നത് എന്നാണ് ശ്യാനത്തലവട്ടമാനന്ദൻ അവസാനമായി ഈ കാര്യത്തിൽ. എന്തായാലും ഞാൻ പൊതുവായൊരു ട്രെൻഡ് പറയുകയാണ്. ആൾക്കാർ ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്ക് നടത്താൻ തീരുമാനമെടുക്കുമ്പോൾ തന്നെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനെ അതിനകത്ത് നിന്ന് തന്നെ വീണ്ടും ആക്രമിക്കുന്ന ഒരു ഫീലാണ് പൊതുസമൂഹത്തിന് ആകെയുള്ളത്. കോടതി അസാധാരണമാം വിധം ഒരു ഇടപെടലിലൂടെ കോടതിക്ക് പണിമുടക്കാനുള്ള തൊഴിലാളിയുടെ അവകാശത്തിൽ കൈവയ്ക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എനിക്കൊരു അസാധാരണമായ സംഭവമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അതിനും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ കയ്യടി കിട്ടുകയാണ് അത്തരമൊരു ഇടപെടലിനും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ് ശ്യാനത്തലവട്ടം? തൊഴിലാളി ദ്രോഹം മാത്രം ചിന്തിക്കുന്ന തൊഴിലാളികളുടെ വർഗശത്രുക്കൾക്ക് ഇതിലെല്ലാം വലിയ ആഹ്ലാദം തോന്നും. പക്ഷേ തൊഴിലാളി നേരത്തെ ശശീരൻ പറഞ്ഞ പോലെ അതിനകത്ത് പണിയെടുക്കാൻ പോകണം അവൻ്റെ കുടുംബം പോറ്റാനാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ തൊഴിലാളി പ്രവർത്തനം ഒരു മഹാമോശമാണ്. ആ തൊഴിലാളി നേതാക്കന്മാരെല്ലാം വെറുതെ ഇരുന്നിട്ട് ശമ്പളം വാങ്ങുന്നവരാണ്, അവരുടെ ആനുകൂല്യങ്ങൾ കുറയുന്നവരാണ് എന്നെല്ലാം ഇങ്ങനെ പ്രചരിപ്പിച്ച്
തൊഴിലാളികളെ മുഴുവൻ അവർ രാജ്യത്തിന് കൊള്ളരുതാത്തവരാണ്, അധ്വാനിക്കുന്നവൻ്റെ അവൻ്റെ അധ്വാനത്തിനൊരു വിലയുമില്ല എന്ന് വരുത്തി തീർക്കലാണ്. പൊതുമേഖലാ സ്ഥാപനമല്ല, ഏത് സ്ഥാപനമായാലും നഷ്ടത്തിൽ നിന്ന് കരകയറ്റാനും ലാഭകരമാക്കാനുള്ള പദ്ധതികളൊക്കെ വേണം. അത് ആ വ്യവസായത്തിലെ തൊഴിലാളികളെയും കൂടെ ഇരുത്തിക്കൊണ്ട് ചർച്ച മിസ്റ്റർ സിറിയൊക്കെ പറഞ്ഞ പോലെ എന്തൊക്കെ മാർഗം അതെല്ലാം ഈ KSRTCയിൽ ഇപ്പോൾ നടന്നു വരികയാണ്. പക്ഷേ ഏകപക്ഷീയമായി തൊഴിലാളികളെ ഇതേപോലെ ശത്രുക്കളായി കണ്ട് അവരാണിതെല്ലാം തകർക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏകപക്ഷീയ നിലപാടെടുത്താൽ ഈ കാലഘട്ടത്തിൽ തൊഴിലാളി അംഗീകരിക്കില്ല. ലാഭം വരുത്താൻ കണ്ടക്ടർ കം ഡ്രൈവർ, കണ്ടക്ടറും വേണ്ട ഡ്രൈവറും വേണ്ട. ഇപ്പോൾ ഡ്രൈവറില്ലാത്ത ബസ്സും ഡ്രൈവറില്ലാത്ത കാറും ഡ്രൈവറില്ലാത്ത പൈലറ്റും കണ്ടുപിടിക്കുന്നതല്ലോ, ലാഭമാണ്, ശമ്പളം കൊടുക്കണ്ട. ഈ ജനിച്ചു വീഴുന്ന മനുഷ്യൻ തൊഴിൽ തേടി കിടക്കുന്നവനെ ഇവിടെ വായ്നോട്ടം തൊഴിലായിട്ട് പോകുമോ? ഈ മനുഷ്യനൊന്നും വേണ്ട, എല്ലാം കണ്ടുപിടിച്ച് റോബോട്ടിക്സിൻ്റെ കാലമാണല്ലോ വരാൻ പോണത്. ഇപ്പോൾ വിമാനത്തിന് പൈലറ്റ് വേണ്ട, കാറിന് ഡ്രൈവർ വേണ്ട, തീവണ്ടിക്ക് എൻജിൻ ഡ്രൈവർ വേണ്ട, ബസ്സിന് ഡ്രൈവർ വേണ്ട. ആ പുതിയ യുഗം വരെയല്ലേ? അപ്പോൾ നമുക്കെല്ലാം സന്തോഷിക്കാം. ഈ പെറ്റിട്ടിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ഓരോ സെക്കൻഡിലും 4 കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്നുണ്ടല്ലോ. 18 വയസ്സാകുമ്പോൾ അത് സ്ത്രീയും പുരുഷനുമായി വരുമല്ലോ. പിന്നെ അവന്റെ അധ്വാനം വിറ്റെങ്കിൽ മാത്രമല്ലേ അവന് അതാണ്. അപ്പോൾ കോർപ്പറേഷനെ നന്നാക്കുന്നതിൽ തടസ്സമൊന്നുമില്ലെങ്കിലും ഏകപക്ഷീയമായ ഒരു നടപടിയുമായി മുന്നോട്ട് പോകാൻ CMDക്ക് കഴിയില്ല, അതിനെ അനുവദിക്കില്ല എന്നാണ് യൂണിയനുകളുടെ നിലപാട്. പക്ഷേ നമുക്കറിയാം KSRTCയുടെ സവിശേഷമായ ഒരു അവസ്ഥ എന്താണ് ഇപ്പോഴെന്ന്. അതിനകത്ത് സ്വയം ചുരുങ്ങാനും വലുതാവാനും സഹിക്കാനും സഹകരിക്കാനും എല്ലാവരും തയ്യാറാവുക എന്നത് അതിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ എല്ലാവരും തയ്യാറാവുമെന്ന് വിചാരിക്കുകയും ചെയ്യാം. നന്ദി ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ശ്രീ ഡിജോ കാപ്പൻ, PC സിറിയക്, ശ്രീ ശശിധരൻ ഈ ചർച്ചയുടെ ഭാഗമായി നിങ്ങളുടെ നിലപാടുകൾ പങ്കുവച്ചതിന്.